ജനുവരി മാസം 20-ാം തീയതി എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരിക്കൽ അബ്രഹാമും സാറയും അവർക്ക് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പുറത്തു പോകുമ്പോൾ മറ്റുള്ളവർ ചോദിച്ചാൽ പറയേണ്ട ഒരു വ്യാജം അവർ പറഞ്ഞൊത്തു. അവർ പറഞ്ഞു, നമ്മുടെ സ്വദേശമെല്ലാം വിട്ട് അന്യദേശങ്ങളിലാണ്, അവിടെയുള്ള രാജാക്കന്മാരും ജനങ്ങളുമൊക്കെ ഭയങ്കരന്മാരാണ്, എനിക്ക് നിനക്കും മക്കളില്ല, അപ്പോൾ മക്കളില്ലാത്ത രണ്ടാളുകളാണ്. സാറേ, നീയാണെ ബഹുസുന്ദരിയാണ്, പ്രായമാണെന്ന് പറഞ്ഞാലും നീ ഇപ്പോഴും ഒരു മധുര17 പോലെ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിന്നെ കാണുന്ന ഒരു പിള്ളേരൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ്, അതുകൊണ്ട് എന്നെ കൊന്നിട്ട് നിന്നെ തട്ടിക്കൊണ്ടു പോകും. അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എവിടെ ചെന്നാലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നീ പറയണോ അതെൻ്റെ ആങ്ങളെയാണെന്ന്, സഹോദരനാണെന്ന്. എന്നോട് ചോദിക്കും, ഞാൻ പറയാം അതെൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ പിന്നെ ആങ്ങളെ കൊന്നിട്ടൊന്നും പെങ്ങളെ കൊണ്ടുപോകില്ല, കല്യാണം ആലോചിച്ചാൽ കൊണ്ടുപോയുള്ളല്ലോ. അപ്പോൾ പിന്നെ ആങ്ങളുടെ സമ്മതത്തോടുകൂടെ പെങ്ങളെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ നീ സുഖമായിട്ട് രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. അങ്ങനെ ഒരു ക്രമീകരണം ഇവർ തമ്മിൽ ചെയ്തു. ഞാൻ വിചാരിക്കുക ഹാരാലിൽ നിന്ന് പോകുമ്പോഴേ പറഞ്ഞൊത്താണ്. ചില ആളുകൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ചില കളവുകൾ അവർ പറയാനുള്ളതായിരിക്കും തീരുമാനങ്ങളുണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട്. അവർ ചില സൂത്രങ്ങളും ചില കളവുകളും ഒക്കെ അവർ ചിന്തിച്ചാലോചിച്ചാണ്, രക്ഷയ്ക്ക് വേണ്ടി, സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി ചില കള്ളമൊക്കെ പറയാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അബ്രഹാമും സാറേ അങ്ങനെ ആയിരുന്നു. ഞാൻ പക്ഷേ പറയാം, അതവർക്ക് വളരെ വിനയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കറിയാം. അവർ ഫറവോൻ്റെ കൊട്ടാരത്തിൽ സാറ് പോകേണ്ടി വന്നു. ഫറവോൻ സാറേ ഭാര്യയായിട്ട് എടുത്തുവെന്ന് എനിക്കറിയില്ല, പക്ഷേ കൊട്ടാരത്തിൽ പോകേണ്ടി വന്നു എന്നാണ്. ഞാൻ അവളെ ഭാര്യയെ എടുക്കുവാൻ സംഗതി വന്നല്ലോ എന്നാണ് ഫറവോൻ അബ്രഹാമിനോട് പറഞ്ഞത്. ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഫറവോൻ്റെ ഭാര്യയായിട്ട് സാറേ അവിടെ ജീവിച്ചേനെ. എന്നാൽ ദൈവം ഇടപെട്ട് ഫറവോനെയും കുടുംബത്തെയും പീഡിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. പിന്നെ അബ്രഹാമിനെ വിളിച്ച് ശാസിക്കുകയൊക്കെ ചെയ്തു. അതങ്ങനെ അങ്ങ് അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പിന്നെയും ദേശത്തിൽ ക്ഷാമം ഉണ്ടായപ്പോൾ അവർ അബിമലേക്കിൻ്റെ അടുക്കിലേക്ക് പോയി. അബിമലേക്ക് ഫറവോനേക്കാൾ ധാർമ്മികത പുലർത്തുന്ന ഒരാളായിരുന്നു. ദൈവം തൻ്റെ കരുണയാൽ സാറേ അബിമലേക്കിനെയും സംരക്ഷിച്ചു. കാരണം അബിമലേക്ക് സാറയെ എടുത്തെങ്കിലും അടുക്ക ചെല്ലാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് തന്നെ അവിടെ ദൈവത്തിൻ്റെ ശിക്ഷണം നടപടിയായി. എന്തൊക്കെയാണ് ദൈവം ചെയ്തതെന്നറിയില്ല. അവിടെ എല്ലാം ഗർഭമടക്കിയ സ്ത്രീകൾക്കെല്ലാം അടയ്ക്കുകയും, ഞാൻ വിചാരിക്കുന്നു പുരുഷന്മാർക്ക് എന്തോ വൈറസ് അറ്റാക്കോ ബാക്ടീരിയൽ അറ്റാക്കോ എന്തൊക്കെയോ ഉണ്ടാക്കി. ഏതായാലും ഒരു കാര്യം അബിമലേക്കിന് മനസ്സിലായി. അബിമലേക്ക് അബ്രഹാമിനെ വിളിച്ച് പറഞ്ഞു, നീ എന്നോട് നുണ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. ഇത് നിൻ്റെ ഭാര്യയല്ല, നിൻ്റെ സഹോദരിയല്ല, നിൻ്റെ ഭാര്യയാണ്. പിന്നെ നീ എന്തിനാ എന്നെയും എൻ്റെ ദേശത്തും ഇത്ര വലിയ ശിക്ഷ വരുത്താൻ നീ കാരണക്കാരനാണ്, എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ അബ്രഹാമിനെ വിളിച്ച് ശാസിക്കാനായിട്ട് ഇടയായി. അപ്പോൾ ഈ സംഭവത്തിലൂടെ ഞാൻ ചില സത്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവമക്കൾക്കും തെറ്റായ ചില ശീലങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ അതൊരിക്കലും ദൈവമുൻപാകെ ശരിയല്ല. ശീലമാണെന്ന് പറഞ്ഞ ഒരു തെറ്റിനെ നിങ്ങൾ ന്യായീകരിക്കാനായിട്ട് പറയും. ഞങ്ങൾ പണ്ടേ അങ്ങനെ, ഞങ്ങൾ കുടുംബമായിട്ടേ അങ്ങനെ. ചില അങ്ങനെ പറയും, മുൻകോപികളാണ്. അയ്യോ, ഞങ്ങൾ കുടുംബമായിട്ടേ മുൻകോപികളാണ്, അതുകൊണ്ട് മുൻകോപം ശരിയാണോ? അതുകൊണ്ട് മുൻകോപം ശരിയാവില്ല. രണ്ടാമത്, ദൈവമക്കളുടെ തെറ്റിന് നിഷ്കളങ്കരായവരാണ് പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്നത്, അല്ലേ? മിസ്രൈമിലുള്ളതായിരിക്കുന്ന ആ സ്ത്രീകളുടെ എല്ലാം പ്രസവം നിന്നുപോയത് ആരും നിമിത്തമാണ്? അബ്രഹാമിൻ്റെ സാറയുടെ നുണ നിമിത്തമല്ലേ? അബിമലേക്കിൻ്റെ കുടുംബവും അതുപോലെ തന്നെ കഷ്ടം അനുഭവിക്കാനിടയായത് ആരും നിമിത്തമാണ്? അവരൊരു തെറ്റും ചെയ്തില്ല. ഈ അബ്രഹാമിൻ്റെ സാഹചര്യമാണ്. അപ്പോൾ ദൈവമക്കൾ ചെയ്യുന്ന പാപത്തിന് പലപ്പോഴും പരിണിത ഫലം അനുഭവിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിഷ്കളങ്കരായിരിക്കുന്ന ആളുകളാണ്. അത് നാം എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, കരുണയുള്ള ദൈവം നീതിയുള്ള ആളുകളെ പാപം ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. അതെ, ഫറവോനെ അങ്ങനെ സംരക്ഷിച്ചില്ല, സാറയെ എടുത്തപ്പോൾ തടഞ്ഞില്ല. പക്ഷേ സാറയെ എടുത്തപ്പോൾ അബിമലേക്കിനെ തടഞ്ഞു, അവളെ തൊടാൻ അനുവദിച്ചില്ല. കാരണം അബിമലേക്കും കൂട്ടരും നീതിയുള്ള മനുഷ്യരായിരുന്നു. അവർ ധാർമ്മിക നിലവാരം പുലർത്തുന്ന ആളുകളായിരുന്നു. അവർ ദൈവമക്കളായിരുന്നില്ല, പക്ഷേ അവർ ധാർമ്മിക നിലവാരം, ദൈവത്തിൻ്റെ മോറൽ കിങ്ഡത്തിലെ പൗരന്മാരായിരുന്നു, ദൈവത്തിൻ്റെ ധാർമ്മിക സാമ്രാജ്യത്തിൻ്റെ പൗരന്മാരായിരുന്നു അവർ. അതുകൊണ്ട് 10 കൽപ്പനകൾ മുഴുവനും അവർക്കെന്നറിയില്ല, നൽകിയിട്ടില്ലല്ലോ അബ്രഹാമിൻ്റെ കാലത്ത്. എങ്കിലും അതിലെ സത്യങ്ങൾ അറിയാവുന്നിടത്തോളം അവർ പാലിച്ചാണ് ജീവിച്ചത്. നാലാമത്, ദൈവജനത്തെ ബാധിക്കുന്ന തെറ്റായ നടപടികളിൽ നിന്നും ദൈവം പലപ്പോഴും തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു. പലപ്പോഴും സാറയെ ദൈവം സംരക്ഷിച്ചു അബിമലേക്കിൻ്റെ നിന്നും. എപ്പോഴും നമുക്കത് ദൈവം അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് ന്യായമില്ല. അഞ്ചാമത്, ദൈവത്തിൻ്റെ വിലക്ക് ലംഘിച്ച് പാപം ചെയ്താൽ വലിയ ശിക്ഷയുണ്ടാകും.
ദൈവത്തിൻ്റെ വിലക്ക് ലംഘിച്ച്. നിങ്ങൾ ചിന്തിക്കുക, സാറ ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോകേണ്ടതായിട്ട് വന്നു ഞാൻ അവളെ ഭാര്യയായി എടുക്കുവാൻ ഇടയായി എന്നും പറയുന്ന ചെറിയ പ്രസ്താവനയാണോ? ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അബ്രഹാം. ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? ഇല്ല. അതിനെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒരു കളവ് കൊണ്ടാണ്. തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇതെൻ്റെ ഭാര്യയാണ്, ഞങ്ങൾക്ക് പിള്ളേരില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ താൻ പേടിക്കുന്നൊന്നും വരികയില്ല. ദൈവമല്ലേ സംരക്ഷിക്കുന്നത്. പക്ഷേ അതവർ ചെയ്തില്ല. ആറാമത്, ദൈവമക്കളുടെ മധ്യസ്ഥത മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. അബിമലേക്കിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞു. അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിന് അബിമലേക്ക് പ്രാർത്ഥിച്ച നോക്കില്ല, അബ്രഹാം തന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെയാണല്ലോ. ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോഴല്ലേ ഇയ്യോബിന് 3 സ്നേഹിതന്മാർക്ക് പ്രശ്നം പരിഹരിച്ച് കിട്ടിയത്. ദൈവമക്കളുടെ മധ്യസ്ഥതയാണ് ദൈവം സ്വീകരിക്കുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മധ്യസ്ഥതയാണ്. ഏഴാമത്, തെറ്റ് തിരുത്തിയാൽ വരുവാനുള്ള ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടാം. അല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. ഫറവോനോട് എന്താ പറഞ്ഞത്? നീ അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ദേശത്തെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത്. നിൻ്റെ ഭാര്യ മടക്കി കൊടുക്കുക. തെറ്റുകൾ തിരുത്താതെ നമുക്ക് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഭയത്തിൽ നിന്നാണ് അബ്രഹാം സാറയും അവർക്കുള്ള ബന്ധത്തെക്കുറിച്ച് കളവ് പറഞ്ഞത്. അനേക തെറ്റുകളും ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദൈവത്തിലുള്ള ആശയവും വിശ്വാസവും നഷ്ടപ്പെട്ടാൽ ഗൗരവമേറിയ തെറ്റുകൾ ചെയ്യുന്നതിനിടയാകും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ് ഏത് സാഹചര്യത്തിലും ശരിയായിരിക്കുന്ന നടപടി. പ്രിയമുള്ളവരെ, കളവ് അല്ലെങ്കിൽ നമ്മുടെ തെറ്റായിരിക്കുന്ന ഹാബിറ്റ്, നമ്മുടെ തെറ്റായിരിക്കുന്ന ശീലങ്ങൾ നമുക്കൊരിക്കലും നന്മയല്ല. അത് നാം ഉപേക്ഷിച്ച് ശരിയായിരിക്കുന്ന ശീലങ്ങൾ ജീവിതത്തിൽ സ്ഥാപിക്കുകയാണ് വേണ്ടത്. നമ്മുടെ തെറ്റുകൾ നമ്മുടെ സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് നാം പോകാതെ നാം അസാക്ഷ്യമുള്ളവരായിട്ട്, സത്യസന്ധതയുള്ളവരായിട്ട്, നീതിയുള്ളവരായിട്ട്, ധാർമ്മിക നിലവാരം പുലർത്തുന്നവരായി നാം ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ എൻ്റെ എല്ലാ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നിൻ വചനം ഞങ്ങൾക്ക് ഐശ്വര്യം